Continue with the chapter. After my degree, I went to the United States for a short visit in 1988. It was a great learning experience for me. One of the places I visited was Berkeley. അപ്പം 1988 ഡിഗ്രിയൊക്കെ എടുത്ത ശേഷം അവൾ അമേരിക്കയിലേക്ക് പോയി. അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് ബെർക്ക്ലെ. അപ്പോൾ ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ചെറിയ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പോയതാണ്. അതൊരു വലിയ പഠനാനുഭവമായിട്ടായിരുന്നു അവൾക്ക് തോന്നിയത്. അതിൽ സന്ദർശിച്ച ഒരു സ്ഥലമായിരുന്നു ബെർക്ക്ലി. വെൻ വിസിറ്റിംഗ് ദ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ക്ലി, I was pleasantly surprised to find it teeming with electric wheelchairs. In fact, these wheelchairs were the order of the day. Wheelchairs had the right of way. The traffic came to a halt just to let them cross the road. The accessibility was splendid. All the pavements were ramped and the curbs rounded, making it a very disabled friendly place. അപ്പോൾ നമുക്ക് ഇപ്പോഴും കാണാം ചില ബിൽഡിങ്ങിലൊക്കെ ഒരു സ്ലോപ്പായിട്ട് നമ്മൾക്ക് സാധാരണ ആൾക്കാർക്ക് കയറാനുള്ള സ്റ്റെപ്സ് ഉണ്ടാവും. അതുപോലെ സ്ലോപ്പായിട്ട് കുറച്ച് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ടാവും സ്ലോപ്പായിട്ട്. കാരണം വീൽ ചെയറിൽ വരുന്ന കുട്ടികൾക്കൊക്കെ സ്റ്റുഡൻസിന് കയറി പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹോസ്പിറ്റലിലും വീൽ ചെയറിൽ പോകുന്നവർക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് ഉണ്ടാവാറുണ്ട്. അതുപോലെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ റോഡിൽ തന്നെ ട്രാഫിക്ക് തന്നെ ഈ വീൽ ചെയറിൽ വരുന്ന അവർക്ക് പോകാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അഥവാ ഇവർ വീൽ ചെയറിൽ വരുന്നിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കിൽ അവിടെ എല്ലാം അവിടെ ജാമാവും. പിന്നെ അവർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ പോവുകയുള്ളൂ. എ വീൽ ചെയർ കുഡ് ഹോപ്പ് ഓൺ ആൻഡ് ഓഫ് വിത്ത് ഈസ്. അത് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനും അതിനെ മൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഇലക്ട്രിക് ആയിട്ടുള്ള വീൽ ചെയേഴ്സാണ്. എവറി പ്ലേസ് വാസ് അക്സസിബിൾ, ബി ഇറ്റ് എ ലൈബ്രറി, മ്യൂസിയം, റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, സ്കൂൾ, പബ്ലിക് ടോയ്ലറ്റ് ഓർ തിയേറ്റർ. എല്ലാ സ്ഥലത്തും അതിൻ്റെ എല്ലാ സൗകര്യമുണ്ട് അവിടെ. ആൻഡ് ദിസ് ഫെസിലിറ്റേറ്റഡ് ഇൻഡിപെൻഡൻസ്. കാരണം ഒരു വൈകല്യമുള്ള ഒരാളിന് എവിടെ വേണേലും സഞ്ചരിക്കാം. അതിന് ലൈബ്രറി പോകുന്നതിന്, മ്യൂസിയത്തിൽ പോവുക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഷോപ്പിൽ പോവുക, സ്കൂളിൽ പോവുക, എവിടെ വേണേലും പോവാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അമേരിക്കയിലെ ബെർക്ക്ലി എന്നുള്ള സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇൻഫാക്ട് ദ ക്യാമ്പസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ ഹിൽ ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾഡ് പേഴ്സൺ ടു ഹാവ് ആൻ ഇലക്ട്രിക് വീൽ ചെയർ. ഈ ക്യാമ്പസ്, അവൾ ബെർക്ക്ലിയിൽ പോയത് അവിടുത്തെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ കണ്ട ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഈ കുന്നിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കയറാൻ വേണ്ടി ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്. ബിസൈഡ്സ് മൊബിലിറ്റി, ഇറ്റ് ഗീവ്സ് എ ഡിസേബിൾഡ് പേഴ്സൺ എ സെൻസ് ഓഫ് ഫ്രീഡം, മേക്കിംഗ് വൺ ഫോർഗെറ്റ് ദാറ്റ് ഹി ഓർ ഷീ കനോട്ട് വാക്ക്. അവർക്കൊരു പരിമിതിയുണ്ട് എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരാത്ത രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ. ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ മീ. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കമ്മിങ് ഫ്രം എ കൺട്രി വെയർ മോസ്റ്റ് ബിൽഡിങ്സ് ആർ ടോട്ടലി ഇൻഅക്സസിബിൾ ടു വീൽ ചെയേഴ്സ്, ഓഫൺ ഐ ഹാവ് ബീൻ അപ്സെറ്റ് വൈൽ ട്രൈങ് ടു എൻ്റർ 5-star ഹോട്ടൽസ്, ആർട്ട് ഗാലറീസ് ഓർ പാർക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് അവളുടെ അനുഭവം വളരെ മോശമായിരുന്നു. കാരണം അവിടെ ഒരു 5-star ഹോട്ടലിൽ കയറണമെങ്കിലോ ആർട്ട് ഗാലറി പോകണമെങ്കിലോ പാർക്കിലോ ഒക്കെ പോകുന്നെങ്കിലോ ഒക്കെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടു ഫൈൻഡ് ദാറ്റ് നോ തോട്ട് ഹാസ് ബീൻ ഗിവൺ ടു എ പേഴ്സൺ who cannot walk. Usually all that is needed is a ramp. അപ്പം ഡിഗ്രി പഠനത്തിന് ശേഷം ബെർക്ക്ലിയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട ഇലക്ട്രിക് വീൽ ചെയേഴ്സിനെ പറ്റിയാണ് അവൾ പറയുന്നത്. അത് അവളെ അത്ഭുതപ്പെടുത്തി. ആരെ? മാലിനി ചിബിനെ. അവിടുത്തെ റോഡുകളിൽ വീൽ ചെയേഴ്സിന് ആണ് മുൻഗണന. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്താവും? ട്രാഫിക് അവിടെ നിൽക്കും. ഈ വീൽ ചെയർ പോകുന്നവർ പോയി കഴിഞ്ഞ ശേഷമായിരിക്കും ട്രാഫിക്ക് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അനുവദിക്കുക. എല്ലാ നടപ്പാതയിലും റോഡുകളിലേക്ക് ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ വീൽ ചെയർ പോകത്തക്ക വിധത്തിൽ റാമ്പ് ചെയ്തിട്ടുണ്ട് അവർ. എല്ലാ സ്ഥലങ്ങളിലും ലൈബ്രറി ആട്ടെ, മ്യൂസിയം, റെസ്റ്റോറൻറ്റ്, കടകൾ, സ്കൂള്, പബ്ലിക് ടോയ്ലറ്റ്, എല്ലാ സ്ഥലത്തിലും പ്രവേശനം വളരെ എളുപ്പമാണ്. ഈ വീൽ ചെയർ പോകുകയെന്ന് വെച്ചാൽ അവിടെ വളരെ എളുപ്പമാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പറഞ്ഞല്ലോ ഒരു കുന്നിൻ്റെ മുകളിലാണ്, നമ്മുടെ കോളേജ് പോലെ തന്നെ.
അതുകൊണ്ട് അംഗവൈകല്യമുള്ളവർക്ക് അവിടെ ഇലക്ട്രിക് വീൽ ചെയറാണ് കൂടുതൽ സൗകര്യം. അപ്പോൾ സഞ്ചാര സൗകര്യത്തിന് പുറമെ അത് സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യുന്നുണ്ട്. അവർക്ക് എവിടെ വേണേലും പോവാം, നമ്മൾക്കൊരു പരിമിതിയില്ല. ആ രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്. പക്ഷേ ഇന്ത്യയിൽ മിക്കവാറും ഇവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത 5 സ്റ്റാർ ഹോട്ടലുണ്ടായിരുന്നു, പാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ അവിടെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വളരെ സൗകര്യമാണ് ബെർക്ക്ലിയിൽ ഇവൾക്ക് കിട്ടിയ സ്വീകരണം അല്ലെങ്കിൽ അവിടുത്തെ അനുഭവം. In Berkeley, there were several organizations dealing with disabled students and fighting for the rights of disabled people. അപ്പോൾ ബെർക്ക്ലിയിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഡിസേബിൾഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലരും പ്രവർത്തിക്കുന്നുണ്ട്. വി വിസിറ്റഡ് ദ സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു അംഗവൈകല്യമുള്ള ആളിന് എപ്പോഴും ഒരാളുടെ സഹായം വേണം. നമ്മൾ പറയും പരസഹായം വേണമെന്ന് പറയും. സഹായത്തോടെ പിടിച്ചു കൊണ്ടുപോവുക, അവരുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അങ്ങനെ. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അറ്റ് ദ സെൻറ്റർ ദേ ട്രെയിൻ ഡിസേബിൾഡ് പീപ്പിൾ ഓൺ ഹൗ ടു മാനേജ് ദിയർ ലൈഫ്സ് ഈവൻ ഇഫ് ദേ സഫർ ഫ്രം സിവിയർ ഡിസബിലിറ്റീസ്. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? എത്ര വലിയ വൈകല്യമാണെങ്കിലും സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യുക, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പറയില്ലേ സ്വന്തം കാലിൽ നിൽക്കുക അങ്ങനെ. Disabled people had the help of many different attendants who aided them with daily living functions, keeping in mind their needs. Dad and I saw many disabled adults with multiple attendants who came and went. What I found hugely amazing was that disabled people themselves were in charge and were placed in positions of power. They hired and fired their personal helpers who were called attendants. I saw many disabled people like me or more severe than me in positions of power heading disability organizations. അവിടെ ഓരോ ഓർഗനൈസേഷൻ്റെയും തലപ്പത്തായിട്ടിരിക്കുന്നതും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ അതിനൊക്കെ ചാർജാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ അറ്റൻഡൻസിനോടൊക്കെ ആജ്ഞാപിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യമെല്ലാം പറയാനുള്ള സൗകര്യമുണ്ട്. അല്ലാതെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓർഗനൈസേഷന് ഹെഡായിട്ടിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള ആൾക്കാരല്ല. അവിടെയും അംഗപരിമിതരാണ് അല്ലെ അംഗവൈകല്യമുള്ളവരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അല്ലെ ഹെഡായിട്ടിരിക്കുന്നത്. In Berkeley, disabled people prefer hiring outsiders and not their own family and friends to assist them. And this brings in a neutral person and obfuscates some level of emotional and attachment. നമ്മൾക്ക് സ്വന്തക്കാരെ കൂടെ ഉണ്ടെങ്കിൽ എന്താ കുറച്ചുകൂടെ നമ്മൾ വീക്കായിട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചുകൂടെ വിഷമമൊക്കെ വരും. പക്ഷെ അന്യരുമായിട്ട് കൂടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല. അപ്പം നമ്മൾ ബെർക്ക്ലിയിലെ കാര്യം പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അംഗവൈകല്യമുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ധാരാളം സംഘടനകളുണ്ട്. അപ്പോൾ ഇവർ സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ് എന്ന സ്ഥാപനമാണ് ഇവർ സന്ദർശിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ലിവിങ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക, പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവിടെ അംഗവൈകല്യമുള്ളവരെ ശരിയായ ജീവിതം നയിക്കാൻ പരിശീലിപ്പിക്കുന്നു. അംഗവൈകല്യമുള്ളവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായികളുണ്ട്. പക്ഷെ ഇവളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അവിടുത്തെ അധികാരികളും അംഗവൈകല്യങ്ങളുള്ളവരായിരുന്നു. മീൻസ് ഹെഡായിട്ടിരിക്കുന്നവരും അംഗവൈകല്യമുള്ളവരായിരുന്നു. അവിടെ അവർ സഹായികളെ ആവശ്യത്തിനനുസരിച്ച് നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. ചില അംഗവൈകല്യമുള്ളവരുടെ സംഘടനകൾ നയിച്ചിരുന്നത് എന്നെക്കാൾ കൂടുതൽ വൈകല്യമുള്ളവരായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. ഇവളെക്കാളും കൂടുതൽ വൈകല്യമുള്ളവരായിരുന്നു ഓരോ സംഘടനകളുടെ നേതാവുകൾ. അപ്പം നമ്മൾ പറയുന്ന ബെർക്ക്ലിയിൽ ഉണ്ടായ അനുഭവം, ഡിഗ്രി കഴിഞ്ഞ ശേഷം മാലിനി ചിബ് ബെർക്ക്ലിയിലേക്ക് പോകുന്നു. അത് അമേരിക്കയിലാണ്. അവിടെ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് അത്ഭുതപ്പെടുത്തിയത്. അവിടുത്തെ റോഡുകളിലാണെങ്കിലും അംഗപരിമിതർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അവരുടെ വീൽ ചെയർ അത് കടന്നു പോയതിന് ശേഷമേ മറ്റുള്ള സാധാരണക്കാർ പോവുകയുള്ളൂ. പിന്നെ അവിടെ ഏത് മോളിലാണെങ്കിലും എവിടെ പാർക്കിലാണെങ്കിലും സിനിമ തിയേറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും അംഗപരിമിതർക്ക് പോകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ യൂണിവേഴ്സിറ്റി ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടേക്ക് പോകാനായിട്ട് ഇലക്ട്രിക് വീൽ ചെയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവൾക്ക് അവിടെ അനുഭവിക്കാൻ സാധിച്ചു. ആ ഒരു എക്സ്പീരിയൻസാണ് അവൾ പറയുന്നത്. നമ്മൾക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.